കുഞ്ഞാടെ തനിക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? അല്ല ഭായി, ഇതുവരെ പണി എന്താണെന്ന് പറഞ്ഞില്ല. കോഹിനൂർ. കോഹിനൂർ ടെക്സ്റ്റൈൽസ് സിറ്റിയിലുള്ള ഷോപ്പുകളെ പോലെ ഗ്ലാമറുള്ള തുണിക്കട. ഒരു കുടിയേറ്റ പട്ടണമായ ചെറുപുഴയിൽ ഇങ്ങനൊരു കട വന്നത് നാട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു. സെക്യൂരിറ്റി, ട്രയൽ റൂംസ്, വമ്പിച്ച ഓഫറുകൾ. ബടാ സെറ്റപ്പാണല്ലേ. ഒരു പ്ലാന്റർ സേവിയറും അയാളുടെ ബന്ധു മാമനുമാണ് ഇത് നടത്തുന്നത്. സേവിയർക്കും മാമനും കോഹിനൂർ ഒരു മറ മാത്രമാണ്. അവരുടെ ശരിക്കുള്ള കച്ചവടം വേറെയാണ്. സ്മഗ്ലിംഗ്. സ്മഗ്ലിംഗാ? ബിസ്ക്കറ്റാണോ? ഡയമണ്ട്സ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റും ശ്രീലങ്ക വഴി ഇന്ത്യയിലേക്ക് ഡയമണ്ട്സ് കടത്തുന്ന ഒരു റാക്കറ്റിന്റെ ഏജൻസാണ് മാമനും സേവിയറും. കോഹിനൂരിലെത്തുന്ന രത്നങ്ങൾ വെഡ്ഡിംഗ് ഗൗണുകളിലും ഡിസൈനർ ഡ്രസ്സുകളിലും തുന്നിപ്പിടിപ്പിച്ച് മറ്റു തുണികളുടെ കൂടെ വിദേശത്തേക്ക് കടത്തും. തുന്നിപ്പിടിപ്പിക്കുന്നവർക്കോ പാക്ക് ചെയ്യുന്നവർക്കോ കടയിലെ ജോലിക്കാർക്കോ അറിയില്ല തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ലക്ഷങ്ങളുടെ മുതലാണ്. ഷിപ്മെന്റ് കഴിയുന്നതോടെ മാമനും സേവിയർക്കും കിട്ടുന്നത് ലക്ഷങ്ങളുടെ കമ്മീഷനാണ്. അവരുടെ അടുത്ത കൺസൈൻമെന്റ് കുറച്ച് വലുതാണ്. ഫൈൻ കട്ട് സൗത്ത് ആഫ്രിക്കൻ ഡയമണ്ട്സ്. അത് നമ്മൾ എടുക്കുന്നു. സംഭവം കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ അങ്ങനെ പൊളിഞ്ഞാലുണ്ടല്ലോ ആ ഫെല്ലാസ് നമ്മൾ ഇടിച്ച് കബൂറാക്കികളെ. ബിഗ് റിസ്ക് ആണ്. മണി ഈസ് ഓൾസോ ബിഗ്. നിങ്ങളെ എന്നോട് റെഫർ ചെയ്ത ആള് പറഞ്ഞത് നിങ്ങൾ ആരെയും പേടിയില്ലാത്തവരാണ്. അത് ശരിയാണ്. യു വാണ്ട് ദ മണി ഓർ നോട്ട്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തീരുമാനിക്കാം. 8 ലിവർ, ഒരു കോമ്പിനേഷൻ ലോക്ക്, ഒരു കീ ലോക്ക്. പൊളപ്പൻ സാധനമാണ്. പക്ഷെ ബായ് പറഞ്ഞ കണ്ടീഷൻസ് വെച്ചാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കൊരാളും കൂടി വേണം. ഏത് പൂട്ടും തുറക്കാൻ പറ്റിയൊരുത്തൻ. ഇയാൾക്ക് പറ്റില്ലേ? പണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു, പക്ഷേ ഇപ്പൊ വയ്യ. കൈക്ക് നല്ല സുഖമില്ല. കുടിച്ചു കുടിച്ചേട്ടിയ സമ്മാനമാണ്. കൈ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും. നിനക്ക് പറ്റുമോ? ആ ഫസ്റ്റ് വില കൊടുക്കല് പൊളിക്കാനാ, അടുക്കള വാല് തുറക്കാനൊക്കെ ആണെങ്കിൽ മതി. ഇതിനെ നല്ല പണിയറിയാവുന്ന ഒരു ചെക്കനെ കണ്ടുപിടിച്ചാലേ ഒക്കത്തുള്ളൂ. ആള് കൂടുമ്പോ റിസ്ക്കും കൂടും. അല്ല ഭായി, വരണ ആള് നിങ്ങളെ കാണാണ്ടിരുന്നാ പോരെ? അത് മതിയില്ലേ? ഇതിന് പറ്റിയ ഒരാളെ എനിക്കറിയാം. അവനാവുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ രണ്ടുപേരും അവൻ്റെ മുമ്പിൽ വരണ്ട. ആ എന്നെ വിശ്വസിക്കുക ഭായി, അവനാണ് ഈ പണിക്ക് ബെസ്റ്റ്. വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ മതിയായിരുന്നു. കല്ലി പൊളിക്കണ്ട, ദേ വരുന്നു. മാരണം. ആ ഫ്രെഡി, നീയാ? ഒന്ന് തുറക്കടാപ്പാ. വാ വാ വാ. എന്താടാ ഇത്, ആക്രിക്കടയാ? ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണ്ടേ? നീ ഇവിടെയാണോ ജീവിക്കണേ? ഞാനിങ്ങോട്ട് മാറിയിട്ടൊരു 4-5 മാസമായുള്ളൂ. സംഭവം കൊള്ളാല്ലേ? കൊള്ളൂല. അല്ല, നീ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു സ്റ്റൈലും കോളുണ്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ചെല്ലേ. എവിടെ എവിടെ പറയാ, നീ പെട്ടെന്ന് റെഡി. ഓ, നല്ല ചായയും പൊറോട്ടയും കടി സംസാരിക്കാം. ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറെന്തെങ്കിലും വേണോ? കാശ് കൂടും തോറും റിസ്ക്കും കൂടും. ഈ സാധനത്തിന്റെ മാർക്കറ്റിലെ വില എന്താണെന്നറിയോ നിനക്ക്? 1 കോടി രൂപ. 1 കോടിയോ? അപ്പോ ഒരാൾക്ക് നിന്റെ ഷെയർ 5 ലക്ഷം രൂപ. അപ്പൊ ബാക്കി മുഴുവൻ നിനക്കോ? ഞാൻ ഒറ്റക്കല്ല, വേറെയും കളിക്കാറുണ്ട്. നിനക്ക് പണക്കാരനാകണോ വേണ്ടേ? നീ ആലോചിക്ക്. ഇതെവിടെയാ സ്ഥലം? ഇവിടുന്ന് കുറച്ച് ദൂരെ, ചെറുപുഴ എന്ന് പറയും. നോക്കിയേ,
ഇതാണ് കോഹിനൂറിലെ ലോക്കറിന്റെ മോഡൽ നമ്പർ. ഓ ഇതാണോ ആ മുതല്? അതെ. പക്ഷേ ഈ കുന്ത്രാടൻ ഞാനിതൊരു തുറന്നിട്ടില്ലടാ. ആ ഇല്ല, നീ കണ്ണുരുട്ടണ്ട, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, സംഭവം ക്ലിയർ ആവും. സാധനം ബില്ലിങ് അടി കിട്ടും. പക്ഷേ കാശ് നീ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ സംഭവം നടന്നിരിക്കും. ഇത് മുഴുവൻ എനിക്ക്. ഹാപ്പി? അപ്പൊ എല്ലാം പറഞ്ഞു. അടുത്ത ആഴ്ച ആയിക്കോട്ടെ. വല്ലാതെ കുളൂസാക്കേണ്ട പോക്കരെ, കുറച്ച് പയമ നിന്നോട്ടെ, അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അല്ല ഇതാരത്? ഏടുന്ന ഒരു കോള് കിട്ടിയ മട്ടുണ്ടല്ലോ വായ. നിങ്ങൾ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നെ പോക്കർക്കാ? ആലിയാക്കാ ഇതാ ഇത് പിടിക്ക്. എന്നിട്ട് ഈ കടലാസിൽ എഴുതിയ സാധനം പെട്ടെന്ന് ഒപ്പിച്ചതാ. ഈ വീണ്ടും ടൗണിൽ റിലീസായ അന്നെ തരാത്ത സ്ഥലമില്ലല്ലോ. ദേവല്ല പണിക്കാണെ ഞാനില്ല. നിങ്ങൾ ഒപ്പിക്കണ പോലത്തെ ഡൂക്ലി വർക്കൊക്കെ ഞാൻ നിർത്തി. ഞമ്മക്കല്ലടോ. പിന്നെ ഞാൻ മോനെ ഒന്നിങ്ങോട്ട് വാ, ആരാ വന്നത് നോക്ക്. അടുത്ത കോള. അയ്യോ നിക്കൂലടാ മാക്രി. ഈച്ചകൾ വീണ്ടും തുടങ്ങി. പാത്രങ്ങളൊന്നും പൊട്ടിക്കല്ലടോ. എന്റെ പുറകെയായിരുന്നു, തടി കഴിച്ചില്ല, എന്റെ ബാക്കി. പോക്കരുത്, പോയി പിടിച്ച് മാറ്റടാ. പോലീസിനെ നേരിട്ട് കണ്ടപ്പോ നീ കൂടെ ഉള്ളവരെ മറന്നല്ലടാ. ഞാൻ ചത്തോ ജീവിച്ചിട്ടുണ്ടോ തിരിഞ്ഞു നോക്കടാ നീ. എടാ സത്യമായിട്ട് നിന്നെ രക്ഷിക്കണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ചോല പോയി പിടിക്കും. പിടിക്കാറായിട്ടില്ല, ഒന്ന് മൂക്കട്ടേന്ന്. നീ പറയണ കേട്ടാ തോന്നും നിന്നെ പൊക്കിയത് ഞാൻ കാരണമാണ്. അവന്റെ ഒരു അധോലോക പ്ലാനിങ്ങും ചപ്ലാച്ചി ഫാൻസി ഡ്രസ്സും. നീ ആരാടാ ശോഭരാ? ആരാന്ന് നിന്നെ ഞാൻ കാണിച്ച ഈ പൈസ എന്താ കാട്ടണ്ടേ? നേരായി ഇത് തന്നിട്ടേ. എന്റെ കാശ് എടാ വിടടാ, എന്റെ തൊണ്ട. എടാ ഉച്ചക്ക് ഉണ്ണാനുള്ളതാ. ഉച്ചക്ക് തീറ്റി കിടന്നില്ല ഞാൻ. എടാ കാശ് ഇങ്ങടാ. എടാ കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണ്. എടാ പ്ലീസ് എടാ. നീ മാറി എടാ ഒന്ന് തൂഫാനാക്കടാ. നല്ല മീശയൊക്കെ വെച്ച് എച്ചിത്തരം കാണിക്കില്ലടാ. ഞാനടാ അടുത്ത ഡീല് നമ്മൾ ഒന്നിച്ച് കിട്ടുന്ന പപ്പാതി വാക്ക്. സോരിടാ ലൂയി മോനെ, മാലയും ബൊക്കയുമായി നിന്നെ സ്വീകരിക്കാൻ ജയിലിൽ വന്നതാ. ലേറ്റ് ആയി പോയി. വെറുതെ ഓടി വരണ തെന്നി വീഴും തടിയാണ്. അടിക്കാൻ പാടില്ല. ഈ കച്ചവടത്തിന് നീ മുടക്കിയതിന് പണിതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ലൂയി തരുന്ന കൂലി. അപ്പൊ എങ്ങനെ ജോൺസാ സംഗതി തൂഫാനാണ്? എന്റെ കണ്ണടാ. ഏയ് ഒന്നും പറ്റിയില്ല. ഷോടാ.